നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ നോക്കാം. ദോഹയിലെ ഇസ്രയേൽ ആക്രമണത്തിന് ഗൾഫ് രാജ്യങ്ങളുടെ കൂട്ടായ മറുപടി ഉണ്ടാകുമെന്ന് ഖത്തർ. തിങ്കളാഴ്ച അറബ് ഇസ്ലാമിക അടിയന്തര ഉച്ചകോടി. ദോഹയിൽ ഞായറാഴ്ച വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ചേരും. ആക്രമണത്തെ എതിർക്കുന്ന നിലപാട് ഇന്ത്യ കൂടുതൽ ഗൾഫ് രാജ്യങ്ങളെ നേരിട്ട് അറിയിച്ചേക്കും. പാക് പ്രധാനമന്ത്രി ദോഹയിൽ. യമനിലേക്കും ആക്രമണം നടത്തി ഇസ്രയേൽ. CBSEക്ക് അന്താരാഷ്ട്ര ബോർഡ് നിലവിൽ വരുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. UAE-യിൽ കൂടുതൽ ഇന്ത്യൻ സിലബസ് സ്കൂളുകൾ തുറക്കാൻ UAE സർക്കാർ ആവശ്യപ്പെട്ടു. ഇന്ത്യൻ വംശജരായ മുഴുവൻ വിദ്യാർത്ഥികളെയും ആപാറിന് കീഴിൽ കൊണ്ടുവരുമെന്നും മന്ത്രി. ആഗോള അയ്യപ്പ സംഗമം നടത്താമെന്ന് ഹൈക്കോടതി. കണക്കുകൾ സുതാര്യമാകണമെന്നും ഭക്തരുടെ അവകാശങ്ങൾ ഹനിക്കരുതെന്നും നിർദ്ദേശം. സ്വാഗതം ചെയ്ത് ദേവസ്വം ബോർഡ്. അയ്യപ്പ സംഗമത്തിന് പിന്നാലെ ന്യൂനപക്ഷ സംഗമം നടത്താനുള്ള ആലോചനയുമായി സർക്കാർ. ശബരിമല വികസനം ഇപ്പോൾ പറയുന്നത് കാപ്പട്യമെന്ന് VD സതീശൻ. മുതിർന്ന കോൺഗ്രസ് നേതാവ് PP തങ്കച്ചൻ അന്തരിച്ചു. 86 വയസ്സായിരുന്നു. അന്ത്യം ആലുവയിലെ ആശുപത്രിയിൽ. നാളെ 11 മണിക്ക് മൃതദേഹം വീട്ടിലെത്തിക്കും. സംസ്കാരം മറ്റന്നാൾ നെടുമ്പാശ്ശേരി അകപ്പറമ്പ് യാക്കോബായ പള്ളിയിൽ അനുശോചിച്ച് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കൾ. ഏഷ്യാകപ്പിലെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടക്കട്ടെ എന്ന് സുപ്രീം കോടതി. ഹർജി നാളെ തന്നെ പരിഗണിക്കണമെന്ന നിയമ വിദ്യാർത്ഥികളുടെ പൊതു താൽപര്യ ഹർജി തള്ളി. ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ഞായറാഴ്ച ദുബൈയിൽ. വിശദമായി നോക്കാം. ദോഹയിലെ ഇസ്രയേൽ ആക്രമണത്തിൽ കടുത്ത നിലപാടുമായി ഖത്തർ. ഗൾഫ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി ഇസ്രയേലിന് മറുപടി നൽകുമെന്ന് ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജസീം അൽ താനി പറഞ്ഞു. തിങ്കളാഴ്ച അറബ് ഇസ്ലാമിക് അടിയന്തര ഉച്ചകോടിയാണ്. ദോഹയിൽ ഞായറാഴ്ച വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ചേരും. ഖത്തറിന് ഐക്യദാർഢ്യവുമായി പാക് പ്രധാനമന്ത്രി ദോഹയിൽ. ആക്രമണത്തെ എതിർക്കുന്ന നിലപാട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടുതൽ ഗൾഫ് നേതാക്കളെ നേരിട്ട് അറിയിക്കും. ദോഹയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഗൾഫ് രാജ്യങ്ങളിൽ അമർഷം പുകയുന്നു. അന്താരാഷ്ട്ര മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഖത്തർ ഉറച്ച നിലപാട് വ്യക്തമാക്കിയത്. ആക്രമണത്തിന് ഇസ്രയേലിന് കൂട്ടായ മറുപടി നൽകുമെന്നും അതിൽ ഗൾഫ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി ഉണ്ടാകുമെന്നും പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജസീം അൽ താനി പറഞ്ഞു. Everything about the meeting is very well known for the Israelis and for the Americans. And this is nothing. It's not something that we are hiding or as some marginal people are saying, harboring or whatever. The attack that happened on Qatar territory, it's happened on our sovereignty. This is number one. Number two, Qatar is a mediator that's been mediating many conflicts. ഏത് രീതിയിലുള്ള മറുപടി നൽകണമെന്നതിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും ഇസ്രയേലിന്റെ നടപടി തെമ്മാടിത്തരമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇസ്രയേലിന്റെ ഭാഗത്ത് നിന്ന് ഇനി ഒരു പ്രകോപനം ഉണ്ടാകില്ലെന്ന് ഉറപ്പാക്കും വിധത്തിലായിരിക്കും തങ്ങളുടെ മറുപടിയെന്നും ഗൾഫ് മേഖല ഒന്നാകെ ഭീഷണി നേരിടുകയാണെന്നും CNN നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു. പശ്ചിമേഷ്യയെ ഒന്നാകെ ഇസ്രയേൽ ഹമാസ് സംഘർഷങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കുന്നതായും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഗാസയിൽ അവശേഷിക്കുന്ന ബന്ദികളുടെ പ്രതീക്ഷ കൂടി ഇസ്രയേൽ ഇല്ലാതാക്കിയെന്നും അൽത്താനി പറഞ്ഞു. വരുന്ന തിങ്കളാഴ്ചയാണ് അടിയന്തര ഉച്ചകോടി നടക്കുക. അതിനു മുന്നോടിയായി വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ചേരും. ഇസ്രയേൽ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഖത്തറിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഖത്തറിലെത്തി. ഇസ്രയേൽ ഖത്തറിൽ നടത്തിയ ആക്രമണത്തെ എതിർക്കുന്ന നിലപാട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടുതൽ ഗൾഫ് നേതാക്കളെ നേരിട്ട് അറിയിച്ചേക്കും. ഖത്തർ അമീറുമായി നടത്തിയ സംഭാഷണത്തിൽ ഇസ്രയേൽ ആക്രമണത്തെ മോദി അപലപിച്ചിരുന്നു. സംഘർഷം വഷളാകുന്നതിനുള്ള ആശങ്കയും ഇന്ത്യ വിവിധ രാജ്യങ്ങളെ അറിയിക്കും. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത TV. CBSEക്ക് അന്താരാഷ്ട്ര ബോർഡ് നിലവിൽ വരുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. CBSE സിലബസിന് ആഗോളതലത്തിൽ വർദ്ധിച്ചു വരുന്ന സ്വീകാര്യത കണക്കിലെടുത്താണിത്. UAE-യിൽ കൂടുതൽ ഇന്ത്യൻ സിലബസ് സ്കൂളുകൾ തുറക്കാൻ UAE സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ഇന്ത്യൻ വംശജരായ മുഴുവൻ വിദ്യാർത്ഥികളെയും ആപാറിന് കീഴിൽ കൊണ്ടുവരുമെന്നും മന്ത്രി ദുബൈയിൽ പറഞ്ഞു. 2 ദിവസത്തെ സന്ദർശനത്തിനായാണ് കേന്ദ്രമന്ത്രി UAE-യിൽ എത്തിയത്. UAE expecting more schools from Indian boards. That is good sign, and I have advised CBSE to explore the possibility of more quality Indian schools can be opened in UAE. You mentioned about the international syllabus. Oh, CBSE is going to have an international board very soon. Here in Dubai? Pan global level.
Today on our online interaction of Shikshak Guru Divas, the school management from Japan joined us. I know the gentleman. He said mathematical capacity, mathematical standard of CBSE is much higher than any other boards. So CBSE is appreciated for that, and we are consciously planning to have an international board for entire globe. So we can expect that kind of a school also here, CBSE Certainly. Earlier there was CBSI. Now we are coming out with a new reform. And sir, what about the APAR for the expat students? We are implementing APAR all over India. APA will be a facility to all the Indian origin students. Okay. Thank you. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ ഇടപെടുന്നില്ലെന്ന് ഹൈക്കോടതി. ബോർഡിന് അയ്യപ്പ സംഗമം നടത്താമെന്ന് വ്യക്തമാക്കിയ ഹൈക്കോടതി പമ്പയുടെ വിശുദ്ധി സംരക്ഷിക്കണമെന്ന് നിർദ്ദേശം നൽകി. ചില നിർദ്ദേശങ്ങളും ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ഇടക്കാല ഉത്തരവിലൂടെ നൽകിയിട്ടുണ്ട്. സംഗമത്തിന്റെ ഭാഗമായി പമ്പയിൽ സ്ഥിരമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തരുത്, കണക്കുകൾ കൃത്യമായി സൂക്ഷിക്കണം, 45 ദിവസത്തിനുള്ളിൽ ഇത് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർക്ക് നൽകണം തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് ഹൈക്കോടതി നൽകിയിട്ടുള്ളത്. ആഗോള അയ്യപ്പ സംഗമം സംബന്ധിച്ച് കോടതി വസ്തുതകൾ മനസ്സിലാക്കിയെന്ന് മന്ത്രി വി എൻ വാസവൻ. കോടതി ചൂണ്ടിക്കാട്ടിയതുപോലെ പരിപാടികൾ നടത്താനാണ് ഉദ്ദേശം. 3000 പേർക്ക് ഇരിക്കാനുള്ള പന്തലാണ് പമ്പയിൽ പണിയുന്നത്. ഇത് താൽക്കാലിക നിർമ്മിതിയായിരിക്കും. സർക്കാരിന്റെയോ ബോർഡിന്റെയോ പണം ദൂർത്തടിക്കാനുള്ള പരിപാടിയായിരിക്കില്ല. വരവ് ചെലവ് കണക്കുകൾ ജനങ്ങളെ ബോധിപ്പിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ആഗോള അയ്യപ്പ സംഗമം ഹൈക്കോടതി വിധി സ്വാഗതം ചെയ്യുന്നതായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. കോടതിയുടെ ചോദ്യങ്ങൾക്ക് ദേവസ്വം ബോർഡും സർക്കാരും കൃത്യമായ മറുപടി നൽകിയിരുന്നു. സംഗമത്തിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളില്ല, ശബരിമലയുടെ വികസനമാണ് ലക്ഷ്യമിടുന്നത്. പ്രതിപക്ഷ നേതാവിനെ വീണ്ടും കാണാൻ തയ്യാറാണ്. ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലാണെന്നും തമിഴ്നാട്ടിലെയും കർണാടകയിലെയും മന്ത്രിമാർ പങ്കെടുക്കും. കോടതി നിർദ്ദേശങ്ങൾ പ്രകാരം സംഗമം നടത്തുമെന്നും 4000-ലധികം പ്രതിനിധികൾ പങ്കെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ മാസം 15-ാം തീയതിയാണ് രജിസ്ട്രേഷൻ നടപടികൾ അവസാനിക്കുകയെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കി. അത് നടക്കട്ടെ, അതിന് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നതിന്. കാരണം ഇവിടെ ഒരു ജനാധിപത്യ രാഷ്ട്രം എന്നുള്ള നിലയിൽ സംഘടിപ്പിക്കുവാൻ അവർക്ക് അവകാശമുണ്ട്. അത് നടക്കട്ടെ. ദേവസ്വം ബോർഡിൻ്റെ കൂട്ടായ്മ അത് നടക്കും. രണ്ടും നടക്കട്ടെ. സ്വാഗതം ചെയ്യുന്നു. അയ്യപ്പ സംഗമത്തിന് പിന്നാലെ ന്യൂനപക്ഷ സംഗമം നടത്താനുള്ള ആലോചനയുമായി സർക്കാർ. ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ, വെല്ലുവിളികൾ, പരിഹാരമാർഗങ്ങൾ എന്നിവ ചർച്ച ചെയ്യും. കൊച്ചിയിലോ കോഴിക്കോട്ടോ സംഗമം നടത്താനാണ് ആലോചന. അയ്യപ്പ സംഗമവുമായി മുന്നോട്ടു പോകുന്ന സർക്കാരിനെതിരെ ഉയർന്ന പ്രധാന ആക്ഷേപമായിരുന്നു ഭൂരിപക്ഷ പ്രീണനമെന്നത്. തെരഞ്ഞെടുപ്പ് സമയത്ത് ഭൂരിപക്ഷ വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കി അയ്യപ്പ സംഗമം നടത്തുന്നുവെന്ന ആരോപണം കോൺഗ്രസും BJPയും ഉയർത്തുമ്പോഴാണ് എല്ലാ സമുദായങ്ങളെയും ചേർത്ത് നിർത്താൻ സർക്കാർ തയ്യാറെടുക്കുന്നത്. ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ, വെല്ലുവിളികൾ ഇവ ചർച്ച ചെയ്യുകയും പരിഹാരമാർഗങ്ങൾ തേടുകയുമാണ് ഈ സംഗമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദേശീയ തലത്തിൽ ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന വേട്ടയാടലുകളും ആക്രമണങ്ങളും ഉൾപ്പെടെ ചർച്ചയാകും. കൊച്ചിയിലോ കോഴിക്കോട്ടോ സംഗമം നടത്താനാണ് ആലോചന. ക്രൈസ്തവ മുസ്ലിം സമുദായങ്ങളെ യോജിപ്പിച്ചുകൊണ്ടാണ് സംഗമം നടത്തുക. അയ്യപ്പ സംഗമത്തിന് പിന്നാലെ ന്യൂനപക്ഷ സംഗമവും നടത്തുന്നതിലൂടെ സർക്കാർ എല്ലാ മേഖലയിലും വേണ്ട ഇടപെടൽ നടത്തി എല്ലാ വിഭാഗക്കാരെയും ചേർത്തു നിർത്തുന്നു എന്ന സന്ദേശമാണ് നൽകുന്നത്. അതോടൊപ്പം അയ്യപ്പ സംഗമം എന്നത് പ്രത്യേക വിഭാഗക്കാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയുള്ളതല്ല എന്ന സന്ദേശവും ന്യൂനപക്ഷ സംഗമത്തിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നു. എല്ലാറ്റിനുമുപരി തെരഞ്ഞെടുപ്പ് വർഷത്തിൽ മതസാമുദായിക സംഘങ്ങളെ ഒപ്പം നിർത്തി രാഷ്ട്രീയ നേട്ടം കൈവരിക്കാൻ കൂടി കൃത്യമായ കരുക്കൾ നീക്കുകയാണ് സർക്കാർ. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മുൻ മന്ത്രിയും നിയമസഭാ സ്പീക്കറുമായിരുന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് PP തങ്കച്ചൻ അന്തരിച്ചു. ഏറെക്കാലമായി അസുഖബാധിതനായി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ശനിയാഴ്ച വൈകിട്ട് 3-ന് നെടുമ്പാശ്ശേരി അകപ്പറമ്പ് യാക്കോബായ പള്ളിയിൽ സംസ്കാരം നടക്കും. സമവായത്തിന്റെ വക്താവ്, അതായിരുന്നു കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ PP തങ്കച്ചൻ എല്ലാ കാലവും വഹിച്ചിരുന്ന പദവി. സ്പീക്കറായും മന്ത്രിയായും KPCC അധ്യക്ഷനായും 13 വർഷക്കാലം UDF കൺവീനറായും സജീവമായിരുന്ന കാലത്ത് ഒരിക്കൽ പോലും അധികാരത്തിനായി പിടിവലി കൂടുന്ന തങ്കച്ചനെ കാണാനും കഴിഞ്ഞിരുന്നില്ല. K. കരുണാകരൻ, AK ആന്റണി, ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള അധികായന്മാർ കോൺഗ്രസിലെ ഗ്രൂപ്പ് രാഷ്ട്രീയം അടക്കി വാണിരുന്ന കാലം. ഗ്രൂപ്പുകളുടെ അമരത്തിരുന്ന് നേർക്കുനേർ പോരാടുമ്പോഴും പ്രസ്ഥാനത്തെ പടുത്തുയർത്താൻ നിസ്വാർത്ഥമായി ശ്രമിച്ചിരുന്ന നേതാക്കന്മാരുടെ ഗണത്തിലാണ് എല്ലാ കാലവും PP തങ്കച്ചൻ്റെ സ്ഥാനവും. സ്പീക്കർ, മന്ത്രി, KPCC അധ്യക്ഷൻ, UDF കൺവീനർ തുടങ്ങിയ പദവികൾ വഹിച്ചു. പക്ഷേ ഇതിൽ പലതും പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഏറ്റെടുക്കേണ്ടി വന്നതാണ്.
കെ കരുണാകരൻ രാജിവെച്ച AK ആന്റണി മുഖ്യമന്ത്രിയാകുന്ന വേളയിൽ സ്പീക്കർ പദവിയിൽ നിന്നാണ് PP തങ്കച്ചൻ മന്ത്രിസഭാംഗമാകുന്നത്. കൃഷിവകുപ്പ് മന്ത്രിയായി 1 വർഷം. കെ കരുണാകരൻ AK ആന്റണി പോര് പാരമ്യതയിൽ എത്തി നിൽക്കുന്ന സമയം. കെ മുരളീധരൻ KPCC അധ്യക്ഷ പദവി രാജിവെച്ച് മന്ത്രിയാകുമ്പോൾ പകരം ചുമതല PP തങ്കച്ചനെ തേടിയെത്തി. ഉമ്മൻചാണ്ടി UDF കൺവീനർ പദവി ഒഴിഞ്ഞപ്പോഴും ആ സ്ഥാനം തേടിയെത്തിയത് PP തങ്കച്ചനെ തന്നെയായിരുന്നു. 2004 മുതൽ 2018 വരെ ദീർഘമായ 13 വർഷക്കാലം മുന്നണിയെ നയിച്ചു. ഇക്കാലങ്ങളിലൊക്കെയും കോൺഗ്രസ് നേരിട്ട പ്രതിസന്ധികളിലും വെല്ലുവിളികളിലും സമവായത്തിൻ്റെ മുഖം. എല്ലാവർക്കും എല്ലാ സമയത്തും സമീപിക്കാവുന്ന നേതാവ്. കെ കരുണാകരനൊപ്പം I ഗ്രൂപ്പിൽ അടിയുറച്ചു നിന്നപ്പോഴും പക്ഷേ ലീഡർ പാർട്ടി വിട്ടുപോയപ്പോൾ പ്രസ്ഥാനം ഉപേക്ഷിക്കാൻ തയ്യാറാകാത്ത നിലപാട്. DCC അധ്യക്ഷ പദവി മുതൽ നിരവധി സ്ഥാനമാനങ്ങൾ തേടിയെത്തിയെങ്കിലും ഒരു വേള പോലും അധികാരത്തിനായി മുറവിളി കൂട്ടിയിട്ടില്ല. 3 തവണ പെരുമ്പാവൂരിനെ പ്രതിനിധീകരിച്ച് നിയമസഭയിൽ. തങ്കം പോലൊരു തങ്കച്ചൻ. അക്കാലത്ത് മണ്ഡലത്തിൽ ഉയർന്നുകേട്ട പ്രചാരണ മുദ്രാവാക്യം പോലും അതായിരുന്നു. കോൺഗ്രസിലെ ഗ്രൂപ്പ് പോരുകളുടെ ജീർണത ഏറ്റവും അധികം മറനീക്കി പുറത്തുവന്ന കയ്യാങ്കളി. KPCC എക്സിക്യൂട്ടീവിൽ പങ്കെടുക്കാനെത്തിയ രാജ്മോഹൻ ഉണ്ണിത്താനെയും ശരത്ചന്ദ്ര പ്രസാദിനെയും കയ്യേറ്റം ചെയ്ത് I ഗ്രൂപ്പ് പ്രവർത്തകർ. കയ്യാങ്കളി സ്ഥലത്ത് ആദ്യം ഓടിയെത്തിയത് PP തങ്കച്ചനായിരുന്നു. അദ്ദേഹത്തിനും ദേഹോപദ്രവമേറ്റു. ഈ സംഭവം മാത്രം മതിയാകും കോൺഗ്രസിൻ്റെ പോരാട്ട കലുഷിത ഭൂമിയിൽ എപ്പോഴും സമവായത്തിൻ്റെയും തർക്കപരിഹാരത്തിൻ്റെയും ആൾരൂപമായി ഉണ്ടാകുന്ന PP തങ്കച്ചൻ എന്ന രാഷ്ട്രീയ നേതാവിനെ തിരിച്ചറിയാൻ. തെന്നല ബാലകൃഷ്ണപിള്ളയ്ക്ക് പിന്നാലെ മറ്റൊരു സമവായ മുഖം കൂടി കോൺഗ്രസിൽ വിടവാങ്ങുകയാണ്. ഒരുപക്ഷെ കോൺഗ്രസ് ഇപ്പോഴും തിരയുന്നത് പരിഹാര ഫോർമുലകളിൽ അഗ്രഗണ്യന്മാരായ ഇതുപോലുള്ള നേതാക്കന്മാരെയാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഒരാൾ കൂടി മരിച്ചു. മലപ്പുറം ചേലമ്പ്ര സ്വദേശി ഷാജിയാണ് മരിച്ചത്. 2 ആഴ്ചയായി കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. 1 മാസത്തിനിടെ കേരളത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിക്കുന്ന 6ാമത്തെയാളാണ് ഷാജി. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലിരിക്കെ മരണപ്പെട്ട ചേലേമ്പ്ര സ്വദേശി ഷാജിക്ക് എവിടെ നിന്നാണ് അണുബാധയുണ്ടായതെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കരൾ സംബന്ധമായ രോഗം കൂടെയുണ്ടായിരുന്ന ഷാജി മരുന്നുകളോട് പ്രതികരിച്ചില്ലെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. നിലവിൽ 10 പേരാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. ഒരാൾ സ്വകാര്യ ആശുപത്രിയിലും ചികിത്സയിൽ കഴിയുന്നുണ്ട്. രോഗത്തിന്റെ ഉറവിടം കൃത്യമായി സ്ഥിരീകരിക്കാനാകാത്തതാണ് പ്രതിരോധ നടപടികൾ ഊർജിതപ്പെടുത്തുന്നതിന് തടസ്സമാകുന്നത്. അതേസമയം ഷാജിയുടെ മരണമടക്കം 1 മാസത്തിനിടെ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് 6 പേർ മരിച്ചെന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് അധികൃതർ സ്ഥിരീകരിക്കുന്നത്. എന്നാൽ ആരോഗ്യവകുപ്പിന്റെ ഔദ്യോഗിക കണക്കിൽ ഈ വർഷം 2 പേർ മാത്രമാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചിട്ടുള്ളത്. 12 പേരുടെ മരണം അമീബിക് മസ്തിഷ്ക ജ്വരം മൂലമാണെന്ന സംശയമാണെന്നാണ് അധികൃതർ പറയുന്നത്. 18 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചതെന്നും 34 പേർക്ക് രോഗം സംശയിക്കുന്നതുമായാണ് ആരോഗ്യവകുപ്പിന്റെ കണക്ക്. ആരോഗ്യവകുപ്പിന്റെ രോഗം സംബന്ധിച്ച കണക്കിലെ പൊരുത്തക്കേടും ഇതോടെ ചർച്ചയാവുകയാണ്. അമൃത ന്യൂസ്, കോഴിക്കോട്. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ട ആരോഗ്യവകുപ്പിന്റെ കണക്കുകളിൽ അവ്യക്തതയുണ്ട്. 1 മാസത്തിനിടെ 6 മരണമാണ് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എന്നാൽ ആരോഗ്യവകുപ്പിന്റെ ഔദ്യോഗിക കണക്കുകളിൽ 1 വർഷത്തിനിടെ 2 മരണമെന്ന് മാത്രമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. രോഗികളുടെ എണ്ണത്തിലും മരണനിരക്കിലും കൃത്യമായ കണക്കുകൾ പുറത്തുവിടാൻ ആരോഗ്യവകുപ്പ് തയ്യാറാകുന്നില്ല എന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. ബഹുഭാര്യത്വത്തെ സംബന്ധിച്ച വിവാദ പ്രസംഗത്തിൽ സമസ്ത നേതൃത്വത്തെ തള്ളി മുഷാവറ അംഗം ബഹാവുദ്ദീൻ നദ്വി. ജനപ്രതിനിധികളിൽ പലർക്കും ഇൻചാർജ് ഭാര്യമാരുണ്ടെന്ന നദ്വിയുടെ പ്രസ്താവനയെ ചൊല്ലി സമസ്തയിൽ ഭിന്നത രൂക്ഷമായി തുടരുന്നു. മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾക്കും ഉദ്യോഗസ്ഥർക്കും വൈഫ് ഇൻചാർജുമാരുണ്ടെന്ന സമസ്ത മുഷാവറ അംഗം ബഹാവുദ്ദീൻ നദ്വിയുടെ പ്രസംഗത്തിനെതിരെ സമസ്ത നേതൃത്വം തന്നെ മുന്നോട്ട് വന്നിരുന്നു. മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് ഒളിഞ്ഞു നോക്കുന്നത് സമസ്തയുടെ ശൈലിയല്ലെന്ന് അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ നേതൃത്വത്തിന്റെ നിലപാട് തള്ളി പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുന്നതായി ബഹാവുദ്ദീൻ നദ്വി പറഞ്ഞു. ദുനിയാവ് മുഴുവൻ പ്രതിഷേധിച്ചാലും ചരിത്ര സത്യം നിലനിൽക്കുമെന്നും നദ്വി പ്രതികരിച്ചു. ഞാനവിടെ ആരെയും ഇകഴ്ത്താനോ അധിക്ഷേപിക്കാനോ ആക്ഷേപിക്കാനോ ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞെന്താ, ബഹുഭാര്യത്വം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചില പുരുഷന്മാർക്ക് ആവശ്യമായി വരും. അതാണ് ഇസ്ലാം അംഗീകരിച്ചിട്ടുള്ളതാണ്. ഞാൻ സമൂഹത്തിൽ സാർവത്രികമായി നടന്നു വരുന്ന ജീർണതകൾക്കെതിരെ സമൂഹത്തെ ഉണർത്തുകയാണ് ചെയ്തത്. രോഗം വന്നാൽ എനിക്കത് തിന്നാലും ഞാൻ പറഞ്ഞത് സത്യമാണ് എന്ന് ബോധ്യമുള്ള സ്ഥിതിക്ക് ഞാൻ അതേ പറയുള്ളൂ. ഈ ദുനിയാവ് മുഴുവൻ പ്രതിഷേധത്തിലും വസ്തുതയായിട്ട് നിൽക്കുള്ളൂ. ഉദ്യോഗസ്ഥന്മാർ, ജനപ്രതിനിധികൾ, മന്ത്രിമാർ, MLA മാർ,
രാഷ്ട്രീയക്കാർ പലരും അങ്ങനെ ചെയ്യണവരുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അതിനെ മന്ത്രിമാരെ മാത്രമാക്കി ചില തൽപര കക്ഷികൾ ചുരുക്കി. വിവിധ വിഷയങ്ങളിൽ ഭിന്നത പരിഹരിക്കാൻ സമസ്ത നേതൃത്വം ശ്രമിക്കുന്നതിനിടെയുണ്ടായ പുതിയ വിവാദം നേതാക്കൾക്കിടയിൽ കൂടുതൽ അകൽച്ചയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അമൃത ന്യൂസ്, മലപ്പുറം. PK ഫിറോസിനെതിരെ കൂടുതൽ ആരോപണങ്ങളും തെളിവുകളും നിരത്തി KT ജലീൽ. 2018 മുതൽ 2020 ഡിസംബർ 19 വരെ ദുബായ് ആസ്ഥാനമായ ഫോർച്യൂൺ എന്ന കമ്പനിയുടെ സെയിൽസ് മാനേജർ എന്ന പേരിൽ ഫിറോസിന് വിസയുണ്ട്. തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ വിസ പ്രശ്നമാകുമെന്ന് മനസ്സിലാക്കി ക്യാൻസൽ ചെയ്തെന്നും KT ജലീൽ പറഞ്ഞു. ഈ കമ്പനി ദുബായിൽ എവിടെയാണെന്നും എന്താണ് ഈ കമ്പനിയിൽ ഫിറോസ് ചെയ്യുന്നതെന്ന് വ്യക്തമാക്കണമെന്നും ജലീൽ പറഞ്ഞു. 5.25 ലക്ഷം രൂപയാണ് ഓരോ മാസവും അദ്ദേഹത്തിന് ശമ്പളമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ ഓഫീസിന്റെ ലൊക്കേഷൻ അദ്ദേഹം ഒന്ന് പുറത്തുവിടണം. ദുബായിൽ എവിടെയാണ് ഈ കമ്പനിയുടെ ഓഫീസ് പ്രവർത്തിക്കുന്നത് എന്ന വിവരം അദ്ദേഹം പുറത്തുവിടണം. ഞാൻ അന്വേഷിച്ചിടത്തോളം ദുബായിൽ ഇങ്ങനെ ഒരു കമ്പനിയുടെ ബോർഡ് അന്വേഷിച്ച ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ബന്ധു നിയമനം കയ്യോടെ പിടികൂടിയതിലുള്ള അമർഷമാണ് KT ജലീലിനെന്നും ദാവൂദുമായി ബന്ധമുണ്ടെന്നേ ഇനി പറയാനുള്ളൂവെന്നും മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ്. മന്ത്രിയായിരുന്ന ഘട്ടത്തിലെ അഴിമതി പുറത്തു വരുന്നു എന്നറിഞ്ഞ വെപ്രാളത്തിലാണ് അദ്ദേഹം. തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരുമോ എന്ന ഭീതിയാണ്. പരസ്പര വിരുദ്ധമായാണ് കാര്യങ്ങൾ പറയുന്നത്. താൻ തൊഴിലും ബിസിനസ്സും ചെയ്യുന്നുണ്ടെന്നും രാഷ്ട്രീയം ഉപജീവനമാക്കിയിട്ടില്ലെന്നും ഫിറോസ് കോഴിക്കോട് പ്രതികരിച്ചു. എനിക്ക് ദാവൂദ് ഇബ്രാഹിമുമായി ബന്ധമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞില്ല എന്നതൊഴിച്ചാൽ ബാക്കി എല്ലാ ആരോപണങ്ങളും ഒരുവിധം അദ്ദേഹം ഇതിനകം ഉന്നയിച്ചിട്ടുണ്ട്. ഈ ബന്ധു നിയമനം കൈയോടെ യൂത്ത് ലീഗ് പിടിച്ചപ്പോൾ അദ്ദേഹത്തിന് നാണം കെട്ട് രാജിവെക്കേണ്ടി വന്നു. അങ്ങനെ നാണം കെട്ട് രാജിവെച്ചതിലുള്ള പകയാണ് ഇത്തരമൊരു ആരോപണത്തിന് അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്നത് എന്നാണ് പലരും വിചാരിച്ചിരിക്കുന്നത്. അദ്ദേഹം മന്ത്രിയായിരിക്കുന്ന സമയത്ത് നടത്തിയിട്ടുള്ള വളരെ ഗുരുതരമായ ഒരു അഴിമതി പിടിക്കപ്പെടാൻ പോകുന്നു, അത് പുറത്തു വരാൻ പോകുന്നു എന്നതിൻ്റെ വെപ്രാളത്തിലാണ് അദ്ദേഹം ഇപ്പോൾ എനിക്കെതിരെ നിരന്തരമായ ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. സൗദിയിലെ മുഴുവൻ സ്കൂളുകളിലും അടുത്ത ഞായറാഴ്ച മുതൽ അധ്യാപകർക്കും ജീവനക്കാർക്കും ഡിജിറ്റൽ പഞ്ചി നിർബന്ധമാക്കുമെന്ന് സൗദി വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ മാനവ വിഭവശേഷി വകുപ്പ് അറിയിച്ചു. രജിസ്റ്ററിൽ ഒപ്പിട്ട് ഹാജർ രേഖപ്പെടുത്തുന്ന രീതി ഇതോടെ അവസാനിക്കും. വിദ്യാഭ്യാസ മേഖലയിൽ തൊഴിൽ അച്ചടക്കത്തിലും മാനവ വിഭവശേഷി മാനേജ്മെന്റിലും ഗുണപരമായ മാറ്റം കൈവരിക്കാനാണ് പുതിയ പരിഷ്കരണത്തിലൂടെ ലക്ഷ്യമിടുന്നത്. സൗദി നാഷണൽ ടെക്നോളജി ഡെവലപ്മെന്റ് പ്രോഗ്രാമുമായി സഹകരിച്ച് സൗദി വിവരസാങ്കേതിക മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ഗെയിം ബൈ കോഡ് എന്ന പേരിൽ വിവിധ പരിപാടികൾക്ക് സൗദിയിൽ തുടക്കം കുറിക്കുന്നു. പുതിയ കാലത്ത് ഓൺലൈൻ ഗെയിമിംഗ് വിനോദത്തിൽ മാത്രമല്ലെന്ന തിരിച്ചറിവും സർഗാത്മകതയെ സ്നേഹിക്കുന്നവർക്ക് ഇതൊരു നല്ല കരിയർ ഓപ്ഷനുമായി മാറിയ സാഹചര്യത്തിലാണ് സൗദി അധികൃതർ ഈ മേഖലയിൽ പുതുതലമുറയെ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതികളുമായി രംഗത്ത് വരുന്നത്. കുവൈറ്റിൽ മംഗഫ് പ്രദേശത്ത് മറ്റൊരു അനധികൃത മദ്യ ഫാക്ടറി കൂടി അധികൃതർ കണ്ടെത്തി. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. മദ്യമുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും അസംസ്കൃത വസ്തുക്കളും കണ്ടെത്തി. 3 പ്രവാസികളെ സ്ഥലത്തു നിന്ന് തന്നെ അറസ്റ്റ് ചെയ്തു. രാജ്യത്തുടനീളമുള്ള മദ്യനിർമ്മാണ കേന്ദ്രങ്ങൾക്കെതിരെ ക്രിമിനൽ സെക്യൂരിറ്റി സെക്ടർ നടത്തുന്ന ക്യാമ്പയിന്റെ ഭാഗമായാണ് റെയ്ഡ് നടക്കുന്നതെന്ന് അധികൃതർ അറിയിച്ചു. സംശയിക്കപ്പെടുന്ന മറ്റു 3 പേരെയും നിയമ നടപടികൾക്കായി ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറി. കുവൈറ്റിൽ മദ്യവുമായി സാമ്യമുള്ള അജ്ഞാത രാസവസ്തു കഴിച്ചതിനെ തുടർന്ന് ഏഷ്യക്കാരായ 2 പ്രവാസികളെ ഗുരുതരാവസ്ഥയിൽ ജഹ്റ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 25-26 വയസ്സ് പ്രായമായി ഒരുമിച്ച് താമസിക്കുന്നവരുമായ ഇരുവരെയും കഴിഞ്ഞ ദിവസം കോമ അവസ്ഥയിലാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഏത് രാജ്യക്കാരാണെന്ന് വ്യക്തമാക്കിയിട്ടില്ല. ഇവർ കഴിച്ചതായി സംശയിക്കപ്പെടുന്ന പദാർത്ഥത്തിന്റെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. വിഷമദ്യം കഴിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ മാസം 23 പേർ മരണമടയുകയും നിരവധി പേർക്ക് വിഷബാധയേൽക്കുകയും ചെയ്തിരുന്നു. കുവൈറ്റിൽ 7 കുറ്റവാളികളുടെ വധശിക്ഷ നടപ്പിലാക്കി. ഇന്ന് പുലർച്ചെ സെൻട്രൽ ജയിൽ പരിസരത്ത് വെച്ചാണ് ഇവരെ തൂക്കിലേറ്റിയത്. 3 സ്വദേശികളുടെയും 2 വീതം ഇറാൻ ബംഗ്ലാദേശി സ്വദേശികളുടെയും വധശിക്ഷയാണ് നടപ്പിലാക്കിയത്. ഇവരിൽ 3 സ്വദേശികളും 2 ബംഗ്ലാദേശികളും കൊലപാതക കേസുകളിലും 2 ഇറാനികൾ മയക്കുമരുന്ന് കേസുകളിലും ശിക്ഷിക്കപ്പെട്ടവരാണ്. 8 പേരുടെ വധശിക്ഷയാണ് ഇന്ന് നടപ്പിലാക്കാനിരുന്നത്. എന്നാൽ ബന്ധുക്കൾ മാപ്പ് നൽകാൻ തീരുമാനിച്ചതിനെ തുടർന്ന് ഫഹദ് മുഹമ്മദ് എന്ന സ്വദേശി കുറ്റവാളിയുടെ വധശിക്ഷ അവസാന നിമിഷം മാറ്റിവെക്കുകയായിരുന്നു. അതേസമയം കൊല്ലപ്പെട്ടയാളുടെ ബന്ധുക്കൾ ആവശ്യപ്പെട്ട പണം 20 ലക്ഷം കുവൈറ്റി ദിനാർ നൽകാൻ കഴിയാത്തതിനെ തുടർന്ന് അബ്ദുൽ അസീസ് അൽ ആസ്മി എന്ന കുവൈറ്റിയുടെ വധശിക്ഷ നടപ്പിലാക്കുകയും ചെയ്തു.
ഇന്ത്യ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ച കുറ്റവാളി മുനവർ ഖാനെ കുവൈറ്റ് ഇന്ത്യക്ക് കൈമാറി. ഇന്റർപോളിന്റെ സഹായത്തോടെ കുവൈറ്റിൽ നിന്നും CBI അധികൃതരാണ് ഇയാളെ ഇന്ന് ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിച്ചത്. CBI ഉദ്യോഗസ്ഥർക്കൊപ്പം കുവൈറ്റ് പോലീസും ഉണ്ടായിരുന്നു. വ്യാജരേഖ ചമയ്ക്കൽ, വഞ്ചന എന്നീ കുറ്റങ്ങളിൽ ഇന്റർപോൾ റെഡ് നോട്ടീസ് പുറപ്പെടുവിച്ച കുറ്റവാളിയാണ് മുനവർ ഖാൻ. കുറ്റവാളി കൈമാറ്റ കരാർ നിലവിലുള്ള രാജ്യങ്ങളാണ് ഇന്ത്യയും കുവൈറ്റും. കമ്മീഷൻ വ്യവസ്ഥയിൽ പണം ലഭിക്കാൻ സ്വന്തം ബാങ്ക് അക്കൗണ്ടുകൾ കൈമാറി കുരുക്കിൽപ്പെട്ട് വിദ്യാർത്ഥികളടക്കമുള്ള യുവാക്കൾ. വയനാട്ടിൽ 500ഓളം പേർ മ്യൂൾ അക്കൗണ്ട് എന്നറിയപ്പെടുന്ന തട്ടിപ്പ് സംഘത്തിന്റെ കെണിയിൽപ്പെട്ടതിന്റെ വിവരങ്ങൾ പുറത്ത്. നിരവധി യുവാക്കളാണ് ഇതര സംസ്ഥാനത്തെ സൈബർ പോലീസിന്റെ അറസ്റ്റ് ഭീഷണി നേരിടുന്നത്. ബാങ്ക് അക്കൗണ്ടുകൾ വില കൊടുത്തു വാങ്ങാൻ വയനാട്ടിൽ ഇടനിലക്കാർ സജീവമാണ്. അക്കൗണ്ട് നമ്പറും സിമ്മും ATM കാർഡും നൽകിക്കഴിഞ്ഞാൽ സൈബർ തട്ടിപ്പുകാർ അക്കൗണ്ടിന്റെ നിയന്ത്രണം ഏറ്റെടുക്കും. വാടകയ്ക്ക് കൊടുക്കുന്ന അക്കൗണ്ട് ഉടമയ്ക്ക് 10,000 രൂപ വരെ കമ്മീഷനായി ലഭിക്കും. ഇതിലൂടെ സൈബർ തട്ടിപ്പുകാർ നടത്തിയ ലക്ഷങ്ങളുടെ ഇടപാടുകളും കേസുകളും ഒടുവിൽ അക്കൗണ്ട് ഉടമകളുടെ തലയിലാകും. കഴിഞ്ഞ ദിവസം ഇങ്ങനെ നാഗാലാൻഡ് സൈബർ പോലീസ് അറസ്റ്റ് ചെയ്ത കമ്പളക്കാട് സ്വദേശി ഇസ്മായിൽ ഒരു ഉദാഹരണം മാത്രം. വിവിധ ജില്ലകളിലായി 500ഓളം അക്കൗണ്ടുകൾ വിലയ്ക്ക് വാങ്ങിയെന്ന ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് പുറത്തുവരുന്നത്. നമ്മൾ ആദ്യം ഒന്നും അറിയുന്നൊന്നുമില്ല. 13,000 രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ഇതുപോലെ ചെയ്യുന്നത്. ഇവിടെ തന്നെ കുറേ നിരവധി പിള്ളേർ ഇതേപോലെ പെട്ടുപോയിട്ടുണ്ട്. പിന്നെ എല്ലാവരും ഇതിൽ പരമാവധി ശ്രമിക്കാതിരിക്കുക. നമുക്ക് ആദ്യം ഇവർ 13,000 തരും. എന്നിട്ട് നമ്മളോട് നമ്മളെ ബാങ്കിൻ്റെ പാസ്ബുക്കും OTPയും കാര്യങ്ങളൊക്കെ ചോദിക്കും. അതോടെ നമ്മുടെ കയ്യിൽ നിന്ന് ഇതിൻ്റെ പിടുത്തം വിട്ടുപോകും. പിന്നീട് ഇതേപോലെ പുറത്തുനിന്ന് എവിടെന്നെങ്കിലും വല്ല പോലീസുകാരും കാര്യങ്ങളും വന്ന് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ നമ്മൾ കാര്യങ്ങൾ അറിയുള്ളൂ. ഇതര സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്യുന്ന സൈബർ കേസുകളിൽ നിന്ന് പുറത്തു കടക്കുന്നതും ദുഷ്കരമാണ്. യുവാക്കളും കോളേജ് വിദ്യാർത്ഥികളുമാണ് പെട്ടെന്നുള്ള പണസമ്പാദനത്തിന് ഈ മ്യൂൾ അക്കൗണ്ട് കുരുക്കിൽ ഇരകളാകുന്നത്. അക്കൗണ്ടുകൾ കൈമാറിയ യുവതികളും നിലവിൽ നിരീക്ഷണത്തിലാണ്. അമൃത ന്യൂസ്, വയനാട്. കൊല്ലൂർ മൂകാംബിക ദേവിക്ക് വജ്രകിരീടവും സ്വർണ്ണവാളും സമർപ്പിച്ച് സംഗീത സംവിധായകൻ ഇളയരാജ. വജ്രമാല ഉൾപ്പെടെ 8 കോടി രൂപ വില വരുന്ന ആഭരണങ്ങളാണ് കൊല്ലൂരിൽ സമർപ്പിച്ചത്. കൊല്ലൂർ മൂകാംബിക സന്നിധിയിൽ വജ്രകിരീടവും വജ്രമാലയും സ്വർണവാളും സമർപ്പിക്കാനെത്തിയ സംഗീത സംവിധായകൻ ഇളയരാജയെ വാദ്യമേളങ്ങളോടെ ആയിരങ്ങൾ ചേർന്ന് ക്ഷേത്രത്തിലേക്ക് ആനയിച്ചു. ക്ഷേത്ര കൊടിമരത്തിന് മുന്നിൽ വെച്ച് ദേവിയുടെ മുഖ്യ അർച്ചകനായ സുബ്രഹ്മണ്യ അടികയുടെ സാന്നിധ്യത്തിൽ ആഭരണങ്ങൾ സമർപ്പിച്ച് പല്ലക്കിലും രഥത്തിലുമായി ആഭരണങ്ങൾ ക്ഷേത്രം വലം ചെയ്തു. തുടർന്ന് മന്ത്രോച്ചാരണങ്ങളോടെ ശ്രീകോവിലിലേക്ക്. മകനും സംഗീത സംവിധായകനുമായ കാർത്തിക് രാജയും ഇളയരാജയ്ക്കൊപ്പമുണ്ടായി. വജ്രാഭരണങ്ങൾ മൂകാംബിക ദേവിക്കും സ്വർണവാൾ ക്ഷേത്രത്തിലെ ഉപദേവനായ വീരഭദ്രനുമാണ് സമർപ്പിച്ചത്. അമൃത ന്യൂസ്, കാസർഗോഡ്. പാതിവില തട്ടിപ്പ് കേസിൽ അന്വേഷണം ഇഴയുന്നു. അന്വേഷണം തുടങ്ങി 8 മാസമായിട്ടും ഒരു കേസിൽ പോലും കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ തട്ടിപ്പിന്റെ വ്യാപ്തി പുറത്തു കൊണ്ടുവരാൻ കഴിയില്ലെന്നും അന്വേഷണം മെല്ലെയാക്കി കേസിലെ മുഖ്യപ്രതി അനന്തകൃഷ്ണന് ജാമ്യം ലഭിക്കാൻ നിലവിലെ അന്വേഷണ സംഘം കൂട്ടുനിൽക്കുകയാണെന്നും ആരോപണമുയരുന്നു. പാതിവില തട്ടിപ്പ് കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ പിരിച്ചുവിട്ട് അതാത് ജില്ലാ ക്രൈംബ്രാഞ്ചുകൾക്ക് അന്വേഷണം കൈമാറിയിട്ട് 2 മാസമാകുമ്പോഴും കേസിൽ അന്വേഷണം എങ്ങുമെത്തിയില്ല. സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലാണ് തട്ടിപ്പ് കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അന്വേഷണം മെല്ലെയാക്കി മുഖ്യപ്രതി അനന്തകൃഷ്ണന് മുഴുവൻ കേസുകളിലും ജാമ്യം ലഭിക്കാൻ അന്വേഷണ സംഘം കൂട്ടുനിൽക്കുകയാണെന്നാണ് ആരോപണം ഉയരുന്നത്. അനന്തകൃഷ്ണന്റെ കടവന്ത്രയിലെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ വെളിപ്പെടുത്താൻ അന്വേഷണ സംഘവും ബാങ്കും തയ്യാറാകാത്തതിന് പിന്നിലും വലിയ ഗൂഢാലോചനയുണ്ട്. 600 കോടി രൂപയുടെ ഇടപാടുകൾ ഈ ബാങ്ക് അക്കൗണ്ടുകളിലൂടെ നടത്തിയതായി ആദ്യം കേസ് അന്വേഷിച്ച മൂവാറ്റുപുഴയിലെ പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. എന്നാൽ ഈ പണത്തെക്കുറിച്ച് നിലവിലെ അന്വേഷണ സംഘം മൗനം പാലിക്കുകയാണ്. അനന്തകൃഷ്ണന്റെ അക്കൗണ്ടിൽ നിന്ന് ആരുടെയൊക്കെ അക്കൗണ്ടുകളിലേക്കാണ് പണം മാറ്റിയതെന്ന് അന്വേഷണം തുടങ്ങിയതോടെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ പിരിച്ചുവിട്ടതെന്നും ആക്ഷൻ കൗൺസിൽ ആരോപിച്ചു. അന്വേഷണം തുടങ്ങി 8 മാസം കഴിഞ്ഞിട്ടും ഒരു കേസിൽ പോലും കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയാത്ത സാഹചര്യം അപൂർവമാണെന്നും ആക്ഷൻ കൗൺസിൽ ചൂണ്ടിക്കാണിക്കുന്നു. അമൃത ന്യൂസ്, കൊച്ചി. വാഹനാപകടത്തെ തുടർന്ന് മസ്തിഷ്ക മരണം സംഭവിച്ച ഐസക് ജോർജിന്റെ ഹൃദയവിനി അങ്കമാലി സ്വദേശി അജിൻ ഏലിയാസിൽ മെഡിക്കും. തിരുവനന്തപുരത്ത് നിന്ന് എയർ ആംബുലൻസിലാണ് ഹൃദയം കൊച്ചിയിലെത്തിച്ചത്. ഐസക്കിന്റെ 6 അവയവങ്ങളാണ് ദാനം ചെയ്തത്.
ഈ മാസം 6-ാം തീയതിയാണ് കൊല്ലം കൊട്ടാരക്കരയിൽ വെച്ച് ഐസക് ജോർജ് അപകടത്തിൽപ്പെടുന്നത്. 3 ദിവസം ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിൽ കഴിഞ്ഞ ഐസക് ജോർജിന് ഇന്നലെ രാത്രിയോടെ മസ്തിഷ്ക മരണം സംഭവിച്ചു. തുടർന്നാണ് അവയവങ്ങൾ ദാനം ചെയ്യാൻ കുടുംബം തയ്യാറായത്. 2 വൃക്ക, ഹൃദയം, കരൾ, 2 കോർണിയ എന്നിവയാണ് ദാനം ചെയ്തത്. ഹൃദയം കൊച്ചി ലിസി ആശുപത്രിക്ക് നൽകി. കിംസ് ആശുപത്രിയിൽ നിന്ന് പ്രത്യേക വാഹനത്തിൽ റോഡ് മാർഗം അവയവങ്ങൾ ആഭ്യന്തര വിമാനത്താവളത്തിൽ എത്തിച്ചു. അവിടെ നിന്ന് എയർ ആംബുലൻസിൽ കൊച്ചിയിലേക്ക് കൊണ്ടുപോയി. ADGP S. ശ്രീജിത്തിന്റെ നിർദ്ദേശാനുസരണം ഗതാഗത നിയന്ത്രണം അടക്കമുള്ള കാര്യങ്ങൾക്ക് കൊച്ചി, തിരുവനന്തപുരം കമ്മീഷണർമാർ മേൽനോട്ടം വഹിച്ചു. ലിസിയിൽ ചികിത്സയിൽ കഴിയുന്ന 28-കാരനായ അങ്കമാലി സ്വദേശി അജിൻ ഏലിയാസിനാണ് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത്. കൊച്ചി ഹയാത്ത് ഹെലിപാഡിലെത്തിച്ച ഹൃദയം വെറും 4 മിനിറ്റ് കൊണ്ടാണ് ലിസി ആശുപത്രിയിൽ എത്തിച്ചത്. ഉടൻ തന്നെ ഡോക്ടർ ജോസ് പെരിയപുറത്തിന്റെ നേതൃത്വത്തിൽ ശസ്ത്രക്രിയ ആരംഭിച്ചു. വളരെ വേഗത്തിൽ ഹൃദയം എത്തിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് ആംബുലൻസ് ഡ്രൈവർ റോബിൻ പ്രതികരിച്ചു. 4 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇവിടെ എത്താൻ സാധിച്ചു. പിന്നെ പോലീസിന്റെ പൈലറ്റും അധികാരത്തിൽ തന്നെ നമുക്ക് പെട്ടെന്ന് എത്തിക്കാൻ നമുക്ക് സാധിച്ചായിരുന്നു. 4 മിനിറ്റ് കൊണ്ട് തന്നെ പെട്ടെന്ന് എത്തി. ഒന്നും സംഭവിക്കാതെ നമുക്ക് എത്തിക്കാൻ പറ്റി. 5-ാം തവണയാണ് സർക്കാരിന്റെ എയർ ആംബുലൻസിൽ ഹൃദയം എത്തിച്ച് ലിസി ആശുപത്രി ശസ്ത്രക്രിയ നടത്തുന്നത്. വളരെ വേഗത്തിലും കൃത്യതയോടെയും നടപടിക്രമങ്ങൾ എല്ലാം പൂർത്തിയാക്കാൻ സാധിച്ചതായി ലിസി ആശുപത്രി PRO രാജേഷ് പറഞ്ഞു. ഒരു ഹെലികോപ്റ്ററിന്റെ ഒരു സപ്പോർട്ട് കിട്ടുക എന്നുള്ളതായിരുന്നു നമ്മുടെ മുന്നിലുള്ള ഏക വഴി. ഇന്ന് ഏർലി മോർണിംഗ് ഒരു 4 മണിയോടുകൂടി ഇവിടുന്ന് ലിസി ഹോസ്പിറ്റലിൽ നിന്നും 4 ഡോക്ടേഴ്സിൻ്റെയും അതുപോലെ ടെക്നീഷ്യൻസിൻ്റെയും ഒരു വലിയ സംഘം അങ്ങോട്ട് പുറപ്പെട്ടു. അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് നമുക്ക് കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തുവാൻ സാധിച്ചു. മെഡിക്കൽ ടീമും പോലീസും മറ്റ് സർക്കാർ സംവിധാനങ്ങളും എല്ലാം ഒരേ മനസ്സോടെ പ്രവർത്തിച്ചാണ് ഹൃദയ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കാൻ സാധിച്ചത്. 6 പേർക്ക് ജീവിതം നൽകിക്കൊണ്ടാണ് ഐസക് ജോർജ് വിട വാങ്ങിയത്. അദ്ദേഹത്തിന്റെ തുടിക്കുന്ന ഹൃദയം ലിസി ആശുപത്രിയിൽ എത്തിക്കാൻ ഒരു നാട് മുഴുവൻ ഒന്നിച്ചു നിന്നു. ക്യാമറാമാൻ P. ശശികാന്തിനും രാജനുമൊപ്പം AT അശ്വതി, അമൃത ന്യൂസ്, കൊച്ചി. സ്വർണ്ണവില കുതിച്ചുയരുമ്പോൾ വിപണിയിലെ ഈ മാറ്റത്തെ 2 തരത്തിലാണ് ഉപഭോക്താക്കൾ കാണുന്നത്. ഉയരുന്ന സ്വർണ്ണവില ആശങ്കയുണ്ടാക്കുന്നുണ്ടെങ്കിലും നിക്ഷേപമായി കാണുന്നവർക്ക് ആശ്വാസമാണ്. ഇനി വരും ദിവസങ്ങളിലും വില വർദ്ധിക്കുമെന്നാണ് വിലയിരുത്തൽ. ഓരോ ദിവസവും സ്വർണ്ണവിലയിലുണ്ടാകുന്ന വർധനവ് കണ്ടാൽ ആരായാലും ഒന്ന് ഞെട്ടിപ്പോകും. ഒരു ദിവസം എങ്ങാനും വില സ്വല്പം കുറഞ്ഞാലോ? പുലി പതുങ്ങുന്നത് ഒളിക്കാനല്ല, കുതിക്കാനാണ് എന്ന അവസ്ഥയും. കുറഞ്ഞതിന്റെ ഇരട്ടിയായാണ് വില കൂടുന്നത്. വില കൂടുന്നത് സാധാരണക്കാർക്കാണ് തിരിച്ചടിയാകുന്നത്. സ്വർണം വാങ്ങുന്നത് ചിന്തിക്കാൻ പോലും പറ്റാത്ത സ്ഥിതി. അതേസമയം ഇനിയും വില വർദ്ധിക്കാനുള്ള സാധ്യതയും ആശങ്കയുണ്ടാക്കുന്നുണ്ട്. 10 പവൻ എടുക്കുമ്പോൾ 10 ലക്ഷം രൂപ ആവില്ലേ? നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല, സാധാരണക്കാരെ കൊണ്ടൊന്നും പറ്റില്ല. എങ്ങോട്ടാണ് പോണേന്ന് അറിഞ്ഞൂടാ. മാരേജൊക്കെ വരുമ്പോൾ അത് പാവപ്പെട്ട കുട്ടികൾക്ക് ഇനി സ്വർണ്ണം എടുക്കുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സ്വർണ്ണം വില കൂടുമ്പോൾ ഇല്ല, റേറ്റ് കൂടുന്നത് അത് ആർക്കും അത് കല്യാണ പാർട്ടിക്കൊക്കെ ഒരു വിഷയം തന്നെയാണ്. അത് ഒരുപാട് സാധാരണക്കാർക്കൊക്കെ ബുദ്ധിമുട്ടാണ്. എന്നാൽ സുരക്ഷിതമായ നിക്ഷേപം എന്ന നിലയിൽ സ്വർണം ഉപഭോക്താക്കൾക്ക് ആത്മവിശ്വാസവും നൽകുന്നുണ്ട്. ഒപ്പം മുൻകൂട്ടി സ്വർണം ബുക്ക് ചെയ്തവർക്കും വിപണി ആശ്വാസമാണ്. നമ്മൾ നേരത്തെ കുറച്ച് എമൗണ്ടിനാണല്ലോ മേടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ വില കൂടി, അപ്പോൾ നമുക്ക് നാളെ അത് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് നഷ്ടമൊന്നുമില്ല. സ്വർണ്ണത്തിന് വില കൂടുന്നതുകൊണ്ടും മേടിക്കുന്നതുകൊണ്ടും. ഇപ്പം തന്നെ ബാങ്കിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യ കാര്യങ്ങൾ നടക്കും. പണ്ട് തന്നെ ബാങ്കിൽ നിസ്സാര പൈസ കിട്ടുള്ളൂ. ഇന്നിപ്പോൾ കൊണ്ട് നിസ്സാര സ്വർണ്ണം കൊണ്ടേ കൊടുത്താൽ തന്നെ നമുക്ക് 1 ലക്ഷം രൂപ കിട്ടും. അത്യാവശ്യ കാര്യങ്ങളൊക്കെ അതുകൊണ്ട് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. തീർച്ചയായും ബുദ്ധിമുട്ടാവുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് ഈ ഗോൾഡ് സേവ് ചെയ്യുന്നത് അത് ഫ്യൂച്ചറിലത്തേക്ക് എന്തായാലും അത് യൂസ്ഫുള്ളേ ആവുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. അതേസമയം ദീപാവലിയോടെ 1 പവൻ സ്വർണ്ണാഭരണത്തിന്റെ വില പണിക്കൂലി സഹിതം 1 ലക്ഷം രൂപയ്ക്ക് മുകളിലാകാനാണ് സാധ്യത. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ദുബായിൽ നടക്കുന്ന ഏഷ്യാ കപ്പിലെ ഇന്ത്യ-പാക് ക്രിക്കറ്റ് മത്സരം തടയണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി അടിയന്തരമായി പരിഗണിക്കാതെ സുപ്രീംകോടതി. മത്സരം നടക്കട്ടെ എന്ന് സുപ്രീംകോടതി പറഞ്ഞു. ജസ്റ്റിസ് JK മഹേശ്വരി, വിജയ് ബിഷ്ണോയ് എന്നിവർ അടങ്ങിയ 2-അംഗ ബെഞ്ചിന്റേതാണ് നിർദ്ദേശം. ഇതോടെ മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും അമൃത ന്യൂസ് യൂട്യൂബ് സന്ദർശിക്കുക.